ഉണ്ടാക്കി പെട്ടിയിലാക്കാൻ നോക്കിയപ്പോഴാണ് പെട്ടി തീർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ എന്ത് ചെയ്തു? ആതിര പെട്ടെന്ന് ചേച്ചിയെ സഹായിക്കാനായിട്ട് പെട്ടി നിർമ്മിച്ചു കൊടുക്കാൻ തുടങ്ങി. ആതിരയ്ക്കാണെങ്കിലോ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ചേച്ചി കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയത്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഈ ഭംഗിയുള്ള കേക്കിന് 500 ഗ്രാമാണ് ഭാരം. പോരാത്തതിന് അതിന്റെ ഉയരമോ 5 സെന്റിമീറ്റർ ഉയരും. കേക്കിന്റെ ആകൃതി എന്താണെന്ന് അറിയണ്ടേ? സമചതുരാകൃതിയിലുള്ള കേക്കാണ് നിർമ്മിച്ചത്. അപ്പോൾ ആതിരയ്ക്ക് എത്ര അളവിൽ കേക്കിന് വേണ്ടി ചാർട്ട് പേപ്പറിൽ മുറിക്കണമെന്ന് അറിയില്ല. നമുക്കൊന്ന് ആതിരയെ സഹായിച്ചാലോ? ടീച്ചർ ഒരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എന്ത് രൂപമുള്ള പെട്ടിയാണ്? സമചതുരാകൃതിയിലുള്ള ഒരു പെട്ടിയാണ് അല്ലേ? ഈ സമചതുരാകൃതിയിലുള്ള പെട്ടി ഒന്ന് നമുക്ക് നിവർത്തി കണ്ടാലോ? ഇതാണ് പെട്ടി. ഈ പെട്ടിയില് ഇതിന്റെ ഉയരം എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ വരെ. അപ്പൊ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ള നീളം 5 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളവും 5 സെന്റിമീറ്റർ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ തൊട്ട് ഇതുവരെ എത്ര നീളത്തിലുള്ള സമചതുരാകൃതിയിൽ മുറിക്കണം എന്നല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോ നമുക്ക് ഈ നീളം അറിയാമോ? അറിയില്ലല്ലേ? ഈ നീളം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പെട്ടിക്കകത്ത് കേക്ക് വെക്കണമെങ്കിൽ ആ പെട്ടിയുടെ എന്ത് നമ്മൾ അറിഞ്ഞിരിക്കണം? വ്യാപ്തം അറിഞ്ഞിരിക്കണം അല്ലേ? നമ്മുടെ കേക്കിന്റെ വ്യാപ്തം എത്രയായിരുന്നു? വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം അറിയാമോ? നീളം ഗുണനം വീതി ഗുണനം ഉയരം. വീതി ഗുണനം ഉയരം അല്ലേ? അപ്പോ നമ്മുടെ വ്യാപ്തം എത്രയായിരുന്നു? 500 ഗ്രാം അല്ലേ? 500 സമം നീളം ഗുണനം വീതി ഗുണനം ഉയരം. നീളം ഗുണനം വീതി എന്തായിരിക്കും ചിറ്റി? പരപ്പളവായിരിക്കും അല്ലേ? അപ്പോ ഈ പരപ്പളവ് ഇത് സമചതുരാകൃതി ആയതുകൊണ്ട് ചിറ്റി വേണ്ട. ഇത് സമചതുരാകൃതി ആയതുകൊണ്ട് ദേവിക പറഞ്ഞേ ആ പരപ്പളവ് എന്തായിരിക്കും? നീളം ഗുണം നീളമായിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഏതോ ഒരു a സ്ക്വയർ എന്ന് പറയും. അപ്പോ a സ്ക്വയർ ഇൻറ്റു ഉയരം എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ. അപ്പോ a സ്ക്വയർ ഇൻറ്റു 5. ടീച്ചർ ഇതിനെ ഇത് ഇപ്പുറത്തും ഈ 500 അപ്പുറത്തും എഴുതുക. അപ്പോ a സ്ക്വയർ ഇൻറ്റു 5 സമം 500 അല്ലേ? ലാവണ്യ രണ്ട് സൈഡിനെയും എന്തുകൊണ്ട് നമുക്ക് ഹരിക്കാം? 5 കൊണ്ട് ഹരിക്കാം. a square is equal to 500 divided by 5. ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു into 5 ഉണ്ടായിരുന്നു. നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോ a square is equal to 100 എന്ന് കിട്ടിയല്ലേ? അപ്പൊ a എന്തായിരിക്കും? a square is equal to 100 ആണ് എങ്കിൽ a is equal to 100 ആണ് എങ്കിൽ a എന്തായിരിക്കും? റൂട്ട് 100. അതെത്രയാണ്? 10. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാവോ ലക്ഷ്മി സുരേഷ്? വർഗമൂലം ആയതുകൊണ്ട് കിട്ടി. അതെ. അപ്പോ a എത്രയെന്ന് കിട്ടി? നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലേ? a എന്തായിരുന്നു? ഇവിടെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് a അല്ലേ? അപ്പോ ഇവിടുത്തെ നീളം എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ. ഇവിടുത്തെ നീളം എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് പെട്ടി എത്ര നീളമുള്ള സമചതുരാകൃതി ഇത് തൊട്ട് ഇതുവരെയുള്ള നീളം നമ്മൾ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5 അധികം 10 അധികം 5 അത് എത്രയായിരുന്നു? 20 സെന്റിമീറ്റർ. അപ്പൊ എത്ര